ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു H&H ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊട്ടറ്റോ റൈസാണ്. 3 പൊട്ടറ്റോ ആണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ 2 സൈഡും ശരിയായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊന്നിയരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1 ബൗള് വേവിച്ച പൊന്നിയരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചോറുടഞ്ഞു പോകാതെ വളരെ പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് തണുത്താലും ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. See you soon in the next video. Bye bye.